നമസ്കാരം. നമുക്ക് ഫോട്ടോഷോപ്പിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിനെ എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ട സൈസ് എത്രയാണെന്ന് ആദ്യം നമ്മൾ അറിയേണ്ടതുണ്ട്. അതിന് നമ്മൾ ഗൂഗിൾ സെർച്ചിൽ പോയി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി സോഷ്യൽ മീഡിയ പോസ്റ്റർ സൈസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യമായ സൈസ് കാണിച്ചു തരും. 1024 764 എന്നൊക്കെ പറഞ്ഞുള്ള സൈസുകളുണ്ട്. പിന്നെ സ്ക്വയർ സൈസ് ഒക്കെ വേറെ ഉണ്ട്. അപ്പം നമുക്ക് തൽക്കാലം ഈ സൈസ് എടുക്കാം. 1024 × 768 എന്നുള്ള സൈസ് എടുക്കാം. ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ നമ്മൾ ആദ്യമേ ഓപ്പൺ ചെയ്യുന്നു. ഫയലിൽ ന്യൂ പേജ് എടുക്കുന്നു. അതിൽ നമ്മൾ പിക്സൽ റേറ്റിലാണ് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റർ വരുന്നത്. പിക്സൽസ് എന്നുള്ളതാക്കുന്നത് ഇവിടെ പിക്സൽ ഇഞ്ചസ്, സെൻറ്റിമീറ്റർ, പോയിൻ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാം. അത് പിക്സലാണ് നമുക്ക് വേണ്ടത്. വെബ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പിക്സൽ റേറ്റിലാണ് അതിൻ്റെ അളവുകൾ തീരുമാനിക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ വന്ന് സൈസ് നോക്കി 1024 സോഷ്യൽ പോസ്റ്റർ അല്ല, സോഷ്യൽ മീഡിയ പോസ്റ്റർ എന്ന് അടിച്ചു. സോഷ്യൽ മീഡിയ പോസ്റ്റർ സൈസ് എന്ന് അടിക്കുമ്പം 1080 × 1350 അതാണ് കറക്റ്റ് സൈസ് കേട്ടോ. 1080 എന്ന് അടിച്ചിട്ടുണ്ട്. 1350 ഈ സൈസ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കണം. 1080 1350. പിന്നെ റെസൊല്യൂഷൻ 300 ആവാം. അത് മാക്സിമം ആണ്. 72 അതായത് 72 മുതൽ 300 300 വരെയുള്ള ഏതെങ്കിലും റേറ്റ് കൊടുക്കാവുന്നതാണ്. കളർ മോഡാണ് ഈ ഭാഗം. അവിടെ നമ്മൾ RGB മോഡാണ് വെബ് യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്നത്. വെബിനും അതുപോലെ ഫോട്ടോഗ്രാഫി പ്രിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളിലൊക്കെ RGB ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു നെയിം കൊടുക്കാം. ഞാനൊരു റിപ്പബ്ലിക്കൻ ഡേ സോഷ്യൽ മീഡിയ പോസ്റ്ററാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിന് ആ പേര് തന്നെ കൊടുക്കുകയാണ്, റിപ്പബ്ലിക് ഡേ. അതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു ക്യാൻവാസ് നമുക്ക് ഷോ ചെയ്യും. അതിനെ ഫയലിൽ പോയിട്ട് സേവ് ആസ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. സേവ് ആസ് കൊടുത്തിട്ട് നമ്മളവിടെ ലൊക്കേഷൻ ഇതുപോലെ ചോദിക്കും. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഡ്രൈവിനുള്ളിൽ തന്നെ എവിടെയെങ്കിലും നമ്മളൊരു ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്ത ശേഷം, ഞാനിവിടെ നേരത്തെ തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റർ എന്നുള്ള പേരുമൊക്കെ കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അങ്ങ് സേവ് ആസ് കൊടുക്കുന്നു. അതിനുശേഷം അതിലേക്ക് ആവശ്യമായ പിക്ചറിനെ ഞാൻ എടുത്തുകൊണ്ട് വരാം. പിക്ചർ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ നേരത്തെ തന്നെ സേവ് ചെയ്തിട്ടുണ്ട് പിക്ചർ. റിപ്പബ്ലിക്കൻ ഡേ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്തുണ്ട് ഇപ്പോൾ ഒരു പടം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനെ ഓപ്പൺ ചെയ്യുന്നു. ഈ പടമാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. ആ പടത്തിന് നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് വെച്ചാൽ മതി. ഡ്രാഗ് ചെയ്യുന്നത് നമ്മുടെ ഈ ടൂളിലാണ്. മൂവ് ടൂൾ എന്ന് പറഞ്ഞ ടൂളുണ്ട്. ആരോയുടെ ഷേപ്പാണ്. അതിലിങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. ഇതിനെ ക്ലോസ് ചെയ്ത് വിടാം. അതിനുശേഷം ഇങ്ങനെ നിൽക്കുന്ന ക്യാൻവാസിനെ CTRL- അടിച്ച് ചിലപ്പം ചെറുതാക്കുന്നു. എഡിറ്റിൽ പോയി ഫ്രീ ട്രാൻസ്ഫോം എടുത്ത ശേഷം ഷിഫ്റ്റും ഓൾട്ടും പ്രസ് ചെയ്ത് പിടിച്ച് ചെറുതാക്കും. ഇങ്ങനെ ഒരു സൈസിൽ കൊടുത്ത് എൻ്റർ അടിക്കുന്നു. ക്യാൻവാസിനെ വീണ്ടും വലുതാക്കി CTRL- അടിച്ച് വലുതാക്കി. ഇനി ഇതിൻ്റെ താഴെ കുറച്ച് മാറ്ററുകൾ നമ്മൾ കൊടുക്കുകയാണ്. അതിനുള്ള താഴെ കൊടുക്കുന്നത് ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാറ്ററുകളായിരിക്കാം, അല്ലെ നമ്മുടെ പരസ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന മാറ്റർ ആയിരിക്കാം. ലോഗോ, സ്ഥാപനത്തിൻ്റെ ലോഗോ, എംബ്ലം കൊടുക്കാം. അതിൻ്റെ അഡ്രസ്സും ഒക്കെയാണ് കൊടുക്കുന്നത്. ഞാനപ്പോൾ ഇതിൻ്റെ മാറ്റർ നേരത്തെ തന്നെ ഇവിടെ ഒരു വേഡ് പാഡിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പോയിട്ട് ഞാൻ എടുക്കുകയാണ്. ഈ മാറ്റർ കിടപ്പുണ്ട്, അത് ഓപ്പൺ ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു വേഡ് പാഡിലാണ് ചെയ്ത് വെച്ചത്. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫേസ്ബുക്ക് ആഡ്, ഇൻസ്റ്റഗ്രാം ആഡ്, വാട്സപ്പ് മാർക്കറ്റിംഗ്, ഗൂഗിൾ ആഡ്, ലീഡ് ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ മാറ്ററുകളുണ്ട്. അത് ഞാനിങ്ങനെ എടുക്കുന്നു. അതിനിങ്ങോട്ട് കൊണ്ട് ഈ ടെക്സ്റ്റ് ടൂൾ, ഷേപ്പിലുള്ള ടെക്സ്റ്റ് ടൂൾ ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത ശേഷം അങ്ങോട്ട് പേസ്റ്റ് ചെയ്താൽ മതി. എഡിറ്റിൽ പേസ്റ്റ്. അതിങ്ങനെ റൈറ്റ് അലൈൻമെൻറ്റ് ചെയ്ത്, അലൈൻമെൻറ്റ് മാറ്റുന്ന ഈ പാരഗ്രാഫിൽ വന്നിട്ടാണ് കേട്ടോ.
ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അത് കൊടുത്തു. അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് മാത്രം ഒരു ഹെഡിങ് ആയതുകൊണ്ട് അതിന് എനിക്ക് കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്റർ വേണം. അപ്പോൾ ഞാൻ ഈ 2 T ഉള്ള അടയാളത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്യാപിറ്റൽ ലെറ്ററായി. അതുപോലെ തന്നെ അതിനെ ബോൾഡ് ആക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് ബോൾഡ് കൊടുത്താൽ അത് ബോൾഡായി. ഇവിടെ അതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ മാത്രമായിട്ട് ഇവിടെ ഒരു കളർ പാലറ്റ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ കളർ പാലറ്റ് വരും. അതിൽ പോയിട്ട് ഞാൻ നീല കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ നീല കളറാണ് കൊടുത്താൽ മതി. അത് കഴിയുമ്പോൾ നീലയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സേവ് ചെയ്യാൻ ശ്രദ്ധിച്ചുകൊള്ളുക. വീണ്ടും ഫയൽ ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് വേണ്ടത് അതിലേക്ക് വേണ്ട ലോഗോ, എൻ്റെ ലോഗോ ആവശ്യമുണ്ട്. അത് ഞാൻ നേരത്തെ തന്നെ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലോഗോ ഞാനങ്ങ് ഓപ്പൺ ചെയ്തു. ഈ ലോഗോവിനെ നമ്മളിങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതങ്ങ് ക്ലോസ് ചെയ്ത് വിടാം. ഇതിനെയും ഈ പറഞ്ഞ പോലെ തന്നെ എഡിറ്റിൽ ട്രാൻസ്ഫോം ടൂൾ എടുത്തിട്ട് അങ്ങ് ഷിഫ്റ്റും ഓൾട്ടും പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ചെറുതാക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ വീണ്ടും ആ വേഡ്പാഡിൽ പോയിട്ട് ഇതിൻ്റെ അഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. 2nd ഫ്ലോർ, കണ്ടത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഓപ്പോസിറ്റ് കളക്ടറേറ്റ് PO, KK റോഡ്, കോട്ടയം 686002. ഫോൺ നമ്പർ, ഇമെയിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്രയും ഭാഗത്ത് ഞാൻ കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇട്ട് അതിനെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ഇത് ഇത്രയും വലിപ്പം ആവശ്യമില്ല ഈ ഫോണ്ടിന്. അതുകൊണ്ട് അതിൻ്റെ വലിപ്പം ഞാനിവിടെ വന്ന് കുറയ്ക്കുകയാണ്. ഒരു 6 പോയിന്റ് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടുത്തെ തമ്മിലുള്ള ആ ഗ്യാപ്പ്, ഓരോ വാക്കുകൾ തമ്മിലുള്ള അകലം അത് കുറയ്ക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ അലൈൻമെൻറ്റ് ഇപ്പം റൈറ്റ് അലൈൻമെൻറ്റാണ് കിടക്കുന്നത്, ലെഫ്റ്റ് അലൈൻമെൻറ്റ് ആക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ നേരെ കൊണ്ട് ഇങ്ങനെ വയ്ക്കാൻ പറ്റും. അതിൻ്റെ ബോൾഡ്നെസ് കളഞ്ഞത് നോർമലാക്കുകയാണ്. അതുപോലെ ആ 2ാമത്തെ ലൈൻ അല്പം നീളം കൂടുതൽ, അതിന് ഇവിടെ വെച്ച് നമുക്ക് മുറിക്കാം. എൻ്റർ അടിച്ച് മുറിക്കുന്നു. എന്നിട്ട് ഇവിടെ കറക്റ്റ് ഇതിൻ്റെ ഏകദേശം ലെവലൊക്കെ നോക്കി വേണമെങ്കിൽ വയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഗൈഡ് ലൈൻ വലിച്ചുകൊണ്ട് വെച്ച് കറക്റ്റ് ഒരു ലെവലിലൊക്കെ വയ്ക്കാൻ പറ്റും. അതിനുശേഷം ഇതിനെ ചെറുതാക്കി നോക്കാം. ഇത് തമ്മിൽ ഇടയ്ക്കൊരു ലൈനും കൂടി ഇട്ടാൽ കുറച്ചുകൂടി ഭംഗിയാകുമെന്ന് തോന്നുന്നതുകൊണ്ട് ഞാനൊരു ലൈൻ കൂടി ഇടുകയാണ്. അതിന് നമ്മൾ ഈ ഫസ്റ്റ് ടൂൾ എടുക്കുക. മാർക്ക് ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് അല്പം താഴേക്ക് ഇങ്ങനെ ചെറിയ ഒരു കോളം വരയ്ക്കുന്നത്, നീളത്തിലുള്ളൊരു കോളം വരയ്ക്കുന്നത്. അതിനുശേഷം നമ്മുടെ ലെയർ പാലറ്റിൽ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ന്യൂ ലെയർ മേക്ക് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് എ ന്യൂ ലെയർ. അപ്പോൾ പുതിയ ലെയർ ഉണ്ടായി. അതിലേക്ക് എഡിറ്റിൽ കളർ ഫില്ല് ചെയ്യുന്നു. എഡിറ്റിൽ ഫില്ല് കൊടുത്തിട്ട് ഫോർഗ്രൗണ്ട് കളർ കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ ഈ ബ്ലാക്ക് കളർ വന്ന് ഫില്ലാവും. ഈ ഫോർഗ്രൗണ്ട് കളർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുമാണ്. ഇപ്പോൾ ഒരു ലൈൻ വന്നു കഴിഞ്ഞു. ഇതിനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ PSD ഫോർമാറ്റിലാണ് നമ്മൾ സേവ് ചെയ്തത്. ഇത് നമുക്കൊരു വാട്സപ്പിലൊന്നും ഷെയർ ചെയ്യാൻ സാധിക്കില്ല. അതിനുവേണ്ടി നമ്മളിതിനെ വീണ്ടും സേവ് ആസ് ചെയ്ത് ഒരു ഡെസ്ക്ടോപ്പിലേക്ക് മറ്റോ ഒരു JPG ഫോർമാറ്റ് ഉണ്ട് ഇവിടെ, അതിലേക്ക് സേവ് കൊടുത്താൽ മതി. അത് എന്നിട്ട് നമുക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇത്രയുമാണ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ചെയ്യുന്ന രീതി. താങ്ക് യു ഫോർ വാച്ചിങ്.